ഗൈസ് വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. സന്തോഷം പറഞ്ഞല്ല, കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു എല്ലാവരും കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മൈക്ക് മേടിക്കണം എന്നുള്ളത്. ഇത്രയും കാലം എന്നെ കൊണ്ട് പറ്റിയില്ല, പ്രാരാബ്ദം, അങ്ങനെ കുറേ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെ ഒടുവിൽ ഞാൻ സാധനം വാങ്ങിയിരിക്കുകയാണ്. ആമസോണിനാട്ടോ ബുക്ക് ചെയ്തേക്കണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഇത് കിട്ടിയുള്ളൂ, ഞാൻ പൊട്ടിച്ചില്ല, നിങ്ങളെ മുന്നിൽ തന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് ഓക്കെ ആണോ അല്ല ഫ്ലോപ്പാണോ എന്നുള്ളത് നോക്കാം നമുക്ക്. അത് ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അടുത്ത വീഡിയോസ് മുതൽ ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യും. കാരണം ഞാനിപ്പോൾ ഇത്രയും കാലം എൻ്റെ ഡ്രീം, എൻ്റെ സ്വപ്നങ്ങൾ കണ്ട് ഞാൻ നടന്നിട്ടില്ല, ജീവിച്ചിട്ടില്ല. എൻ്റെ സ്വപ്നങ്ങളൊന്നും ഞാൻ നിറവേറ്റാൻ നിന്നിട്ടില്ല. ഞാൻ സ്നേഹിക്കുന്നവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റി സന്തോഷിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഇനിയിപ്പം എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ഡ്രീം, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും കണ്ട് അതിൻ്റെ പിന്നാലെ പോകാനുള്ളൊരു ആഗ്രഹമാണ്. അപ്പം നാളെ ഞാൻ ഇൻഷാ അല്ലാ നാളെയോ മറ്റന്നാളോ ഞാൻ മണാലി പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. ഞാൻ ഇതുവരെ മണാലി പോയിട്ടില്ല. അപ്പം ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ മണാലി പോകുമ്പോൾ ഈ ഒരു മൈക്ക് എനിക്ക് അർജൻറ്റായിരുന്നു. സോ മൈക്ക് ഒന്നും നോക്കിയില്ല, സ്പോട്ടിൽ ബുക്ക് ചെയ്ത്, മിനിയാന്ന് ബുക്ക് ചെയ്ത് ഇന്ന് തന്നെ എത്തിയിട്ടോ. 3 ദിവസം കൊണ്ട് എത്തി സാധനം. അതാണ് ഭയങ്കര അത്ഭുതം. അപ്പോൾ ഈ ഒരു മൈക്കും കൊണ്ട് ഞാൻ മണാലി പോയി ടെസ്റ്റ് ചെയ്യും. എന്താ അറിയില്ല, മൈക്കിൻ്റെ അവസ്ഥ നോക്കട്ടെ. ഞാൻ ഇതിന് ശരിക്കും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഇത് ഫുള്ള് ഇതെന്താ ഓൻ ഉടച്ച് മറ്റേതാക്കിയത്. അതിൻ്റെ ഉള്ളിൽ ചപ്പാത്തിയാ. അയ്യോ, ഇത് സാധനം ഇവിടെ ഒന്നും സ്റ്റിക്കറൊന്നും ഇല്ലല്ലോ. എന്തെന്നാന്നിത് സാധനം വരുന്നില്ല. എൻ്റെ അമ്മോ, ഇതെന്തെന്നാണോ മറ്റേ നമ്മുടെ CAD മൂസയില് സാറേ എൻ്റെ പട്ടിക്ക് മെനു ഉണ്ട് സാറേ. ആ മെനു ലിസ്റ്റ് എടുക്കുന്ന പോലെ ഉണ്ടല്ലോ ഇത്, അല്ലേ? അത് അത്രയ്ക്ക് ഉണ്ട് സാധനം. ഓക്കെ, അത്രയ്ക്ക് ഉണ്ട്. പക്ഷേ ഇതിൽ നല്ല മാഞ്ഞ് കാണുന്നു, ഒന്നും കാണുന്നില്ല. ഇതാ എന്തെന്നാ ഇത്, ഒന്നും കാണുന്നില്ല. പോട്ടെ, നമുക്കെന്തിനാ ബില്ല്, സാധനം ഒക്കെ മതി, അത്രേ പറയാനുള്ളൂ. ദേ ഗായ്സ്, നമ്മുടെ സാധനം കിട്ടില്ല കാണുമ്പോൾ. ഇനി നമുക്കിത് ഇത് പൊട്ടിച്ചിട്ട് ഓൾറെഡി സ്റ്റിക്കറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ. ഇങ്ങനെ കാണുന്നുണ്ട് ഗൈസ്. ഇത് എവിടെ ഞാൻ വെക്കുക ഒരു ഐഡിയ ഇല്ല. നോക്കട്ടെ, ഈ സാധനം ഇങ്ങനെ കാണുന്നു. ഓക്കെ, സെറ്റ്. ഓക്കെ, അപ്പം ഇതാണ് സാധനം. നമ്മളിത് തുറക്കാൻ പോവുകയാണ്. എല്ലാം ആരോ ഗമ്മിട്ട് ഒട്ടിച്ച സാധനം. ലോക്കലാണോ പറിച്ചോനെ? നല്ല മണം. ഇത് സ്റ്റിക്കർ, ഇതിന് ഫസ്റ്റ് സാധനം ഉണ്ട് കേട്ടോ. അതാ ഗോൾഡൻ സ്പോഞ്ചൊക്കെ ഉണ്ട്. സ്പോഞ്ച് നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് ആദ്യം സാധനം കണ്ട് പുറത്തെടുക്കാം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സാധനം. ഞാൻ വരെ കാണുന്നില്ല, നിങ്ങൾക്കാണ് ആദ്യം കാണിക്കുന്നത്. ബിക്കോസ് യു ആർ മൈ ഫേവറേറ്റ്. സാധനതേ കിടക്കണേ. അപ്പോ നല്ല കളറുണ്ട്. ഇതെന്തെന്നാ, ഇത് എവിടെ വെക്കണതാ? എനിക്കിതിനെ പറ്റി അറിയില്ല. അതിൽ ഫുൾ ചാർജ് ഉണ്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ചാർജ് ഫുൾ ഉണ്ട് കേട്ടോ. ഇതാണ് മൈക്ക്. എൻ്റെ മോനെ പൊളി. ഇത് എവിടെ വെക്കണതാ? അല്ല സോറി, എങ്ങനെ വെക്കണതാ? ഗാന്ധാണോ? ഇത് ഗാന്ധം. അപ്പം നമ്മൾ ഈ സാധനം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കണത്. ഓക്കെ, സെറ്റ് പവർ. അപ്പം ഞാനിപ്പോൾ ഒരാളേ ഉള്ളൂ, അപ്പം എനിക്കൊന്നും മതി. ഞാൻ ഈ മൈക്കൊന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ വോയിസ് ചേഞ്ച് ആയിട്ടുണ്ടോ ഇല്ലോ നോക്കാം. പക്ഷെ ഇതിന് മുന്നായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതെന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് സാധനം കണക്ട് ചെയ്തു. ഓക്കെ,
നമുക്ക് ഈ ബോക്സിൽ ഇനി വേറെ സാധനം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇത് ചാർജർ ആയിരിക്കും. ഒരു ബുക്ക് ഉണ്ട്. ബുക്കുണ്ട്. ബുക്കിൽ കാണിച്ചിട്ടുണ്ടാവും സാധനങ്ങൾ എന്തൊക്കെയാണ് സംഭവം. ഇത് ഐ തിങ്ക് ചാർജർ. യെസ്. എടാ OX എടാ, ഇതെന്താ OX? എന്തിനാ OX? രണ്ടും OX. ഇപ്പോഴത്തെ കാലത്ത് OX ഒക്കെ ഉണ്ട് കാറിൽ കുത്താനാ. ഓക്കെ, ഇതെന്താ? C to C അല്ല, USB to C. ഓക്കെ, USB-യും C-യും ആയിട്ട്. ഇതെന്തിനാ? ഇനി ഒന്നും കൂടി ഉണ്ട്. ഇതെന്താ? ഒരു മറ്റേ തുടക്കണ തുണി എന്തോ ആണ് തോന്നുന്നത്. ഐഫോണിൻ്റെതും പിന്നെ നമ്മുടെ C-യും ഉണ്ട്. രണ്ടും ഉണ്ട്. C-യും പ്ലസ് ഐഫോണിൻ്റെ ഇതും. ഇത് അറിയില്ല. വേറൊന്നും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചത്. കുറേ ഉണ്ട്. ഇത് C to C. അപ്പൊ ഈ പെട്ടിയിൽ ഇത്രയും സാധനങ്ങളാണ് വന്നേക്കണേ. ഇതെന്താ നോക്കട്ടെ. ഇത് മാഗ്നറ്റിക് പറ്റിക്കണ സാധനം എക്സ്ട്രാ വന്നിട്ടുണ്ട് ഗായ്സ്. പൊളി. അപ്പോൾ നമുക്കിപ്പോൾ C to C ആണ് ആവശ്യം. കാരണം എൻ്റെ ഫോൺ X300. ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാൻ നോക്കട്ടെ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന്. എന്നിട്ട് ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. ഓക്കെ. അങ്ങനെ ഈ സാധനം കാറിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് അത്രയും ലോങ് റേഞ്ച് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് വെച്ചെങ്കിൽ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഞാൻ ഇവിടെ വീട്ടിലെത്തിയിട്ട് തന്നെ റൂമിലെത്തിയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ലോങ് റേഞ്ച് പിടിക്കണ്ടേ, എത്ര ലോങ് റേഞ്ച് കിട്ടും എന്നുള്ളത് നോക്കണ്ടേ. എത്രത്തോളം ലോങ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കാറിന് എനിക്ക് പിടിച്ചു തരാൻ ആരും ഉണ്ടായില്ല. സോ അപ്പം നമുക്ക് ഇതിൽ നമുക്ക് മറ്റേ ഇതെടുക്കാം. C to C എടുത്തിട്ട് അതിലേക്ക് കുത്താം. ഇതെന്ത് മറ്റേ മൈക്കിൽ വെക്കണ പഞ്ഞി. ഇതുണ്ടോ? ഇത് മൈക്കിൽ വെക്കണ പഞ്ഞി. ഇതിങ്ങനെ വെറുതെ വെക്കലാണോ? മിഹച്ചാലമേ നോക്കാം. ഓക്കെ, ഇത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. രണ്ടും പഞ്ഞുണ്ട്. സൂപ്പർ. ഇതെന്തിനാന്ന് എനിക്ക് മനസ്സിലാകാത്ത. ചില സമയം ക്യാമറയിലും കൂടെ കുത്താമെന്ന് പറയുന്നുണ്ടായിരുന്നു. ക്യാമറയിൽ കുത്താൻ വേണ്ടിയിട്ടാണ് ഒരു സാധനം ആയിരിക്കും. ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ജസ്റ്റ് ഇതാക്കാം, ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഈ സാധനം എടുത്തിട്ട്, ഈ സാധനം എടുത്തിട്ട് ഇതിലേക്ക് C കുത്താം. ഇതന്നല്ലേ? ഓക്കെ, കുത്തിയിട്ട് മൈക്ക് 1, 2 എന്നൊക്കെ ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ട്രൈ ആക്കി പഠിക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം മൈക്കിലാണ് വർക്ക് എന്നുള്ളത്. സോ അത്രക്ക് ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ.